മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാര ജേതാക്കളായ രണ്ടുപേർ തമ്മിലുള്ള മത്സരം എന്നതാണ് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തെ വ്യത്യസ്തമാക്കുന്നത്. UDFിലെ സിറ്റിംഗ് MP കൂടിയായ NK പ്രേമചന്ദ്രനെ നേരിടാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ രാജ്യസഭാംഗവുമായ KN ബാലഗോപാലിനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 37,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ NK പ്രേമചന്ദ്രൻ തന്നെയാകും ഇത്തവണയും വിജയിക്കുന്നത് എന്നായിരുന്നു പൊതുവെയുള്ള വിശ്വാസം. സമ്മതിദാനാവകാശം മൺവെട്ടിയും മൺകൂരുകയും അടയാളത്തിൽ രേഖപ്പെടുത്തി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എന്നാൽ ആ വിശ്വാസങ്ങളെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ചാനലുകൾ നടത്തിയ സർവേകളെയുമൊക്കെ തള്ളിക്കളയാവുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. കൊല്ലം മണ്ഡലത്തിൽ ഏകദേശം 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ വിജയിക്കും എന്നതാണ് ഇൻ്റലിജൻസിൻ്റെ കണ്ടെത്തൽ. സിറ്റിംഗ് MP ആയ NK പ്രേമചന്ദ്രൻ ഏകദേശം 37,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിലാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ 10,000-ലധികം വോട്ടുകൾക്ക് വിജയിക്കുമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം RSPയുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ചവറയിൽ കഴിഞ്ഞ തവണ 25,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ചവറ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും പ്രേമചന്ദ്രന് ലഭിച്ചത്. അത് ഇത്തവണ ഗണ്യമായി കുറയും. അതായത് ഏകദേശം 10,000-ലധികം വോട്ടുകൾ പ്രേമചന്ദ്രന് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഇത്തവണ കുറയും എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ചവറ കഴിഞ്ഞാൽ പിന്നെ കൊല്ലം നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം NK പ്രേമചന്ദ്രൻ ഉണ്ടായിരുന്നത്. ഏകദേശം 15,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ 2014-ലെ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രന് കൊല്ലം മണ്ഡലത്തിൽ നിന്ന് കിട്ടിയത്. അത് ഇത്തവണ ഗണ്യമായി കുറയും. അതായത് ഏകദേശം ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഏകദേശം 10,000-ലധികം വോട്ടുകൾ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും പ്രേമചന്ദ്രന് കുറവ് ലഭിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. RSPക്ക് സ്വാധീനമുള്ള മറ്റൊരു കേന്ദ്രമാണ് ഇരവിപുരം നിയമസഭാ മണ്ഡലം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 7,000 വോട്ടുകളാണ് NK പ്രേമചന്ദ്രൻ അവിടെ നേടിയ ഭൂരിപക്ഷം. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാകുമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൊല്ലത്തെ ഏറ്റവും വലിയ വ്യവസായമാണ് ഇത്. അവിടെ പറയുക എന്നുള്ള ചെറുകിട മുതലാളിമാരെയും വിളിപ്പിച്ചു. സിറ്റിംഗ് MLA M നൌഷാദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനത്തിലൂടെ ഏകദേശം 3,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം KN ബാലഗോപാൽ നേടുമെന്നാണ് ഇൻ്റലിജൻസിൻ്റെ കണ്ടെത്തൽ. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ ഏകദേശം 12,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം LDF നേടുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 2014-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബിയെ NK പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തുമ്പോൾ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ നിന്നും ഏകദേശം 7,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് NK പ്രേമചന്ദ്രൻ ലഭിച്ചത്. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാകുമെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 4,000-നും 5,000-നും ഇടയിലുള്ള ഭൂരിപക്ഷം KN ബാലഗോപാലിന് ഇത്തവണ ലഭിക്കുമെന്നാണ് കുണ്ടറ നിയോജക മണ്ഡലത്തിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിവിധ ചാനൽ സർവേ ഫലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി KN ബാലഗോപാൽ ജയിക്കുമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഏതായാലും CPIM കേന്ദ്രങ്ങൾക്ക് ആശ്വാസമാകുന്നതാണ്. എന്നാൽ അന്തിമ ഫലം അറിയണമെങ്കിൽ 23-ാം തീയതി വരെ കാത്തിരിക്കുക നിർവാഹമുള്ളൂ. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം വിനോദ് B. നായർ, മലയാളി വാർത്ത.